CPM-ന്റെ പോലീസ് ഗുണ്ടകളെ അങ്ങനെ വിടാൻ ഒരുക്കമല്ല. പറയുന്നത് മറ്റാരുമല്ല, ഷാഫി പറമ്പിൽ MP ആണ്. പേരാമ്പ്ര സംഘർഷത്തിൽ മൂക്കിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ പൊതുവേദിയിൽ സജീവമാണ്. ഇൻഫെക്ഷൻ ഭയന്ന് മൂക്ക് മാസ്ക് ഇട്ട് മറിച്ചാണ് ഷാഫി പറമ്പിൽ എത്തുന്നത്. ഇപ്പോൾ മാസ്കും മാറ്റി ഫുൾ ഫോമിലേക്ക് ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞു. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി നൽകിയ പരാതി പിണറായി വിജയൻ മുക്കി. എന്നാൽ പിണറായിയുടെ പോലീസ് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോവുകയാണ് ഷാഫി ചെയ്യുന്നത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് വടകര MP ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. MP ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആരോപിച്ചാണ് പുതിയ നീക്കം. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നുൾപ്പെടെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനാണ് തന്നെ ആക്രമിച്ചതെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ആരോപണം. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഷാഫിയുടെ പ്രതികരണം. വിഷയത്തിൽ DGPക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തെളിവുകളോടെ പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ ആരോപിച്ചിരുന്നു. എന്തായാലും മാസ്ക് ഊരി മാസായി രംഗത്ത് വന്ന ഷാഫിയെ ഒന്ന് കാണാം. ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്പിരിഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിലായിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയത് ചാരിറ്റി പരിപാടിയല്ല, അവരുടെ ഫണ്ടാണ്, അവരുടെ അവകാശമാണ്. അപ്പം ഇതൊരു ആനുകൂല്യ വിതരണമല്ല, അവരുടെ അവകാശം അവരെ ഏൽപ്പിക്കലാണ്. കാരണം MP ഫണ്ടാണ്, ജനങ്ങളുടെ പൈസയാണ്. അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കേണ്ട പൈസയാണ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കപ്പെടേണ്ട പൈസയാണ്. തീർച്ചയായിട്ടും അപ്പോൾ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ തുടക്കം കൂടിയാണ്. പിന്നെ അതിന് പേർക്ക് ഇത് വിതരണം ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് 22 ആളുകൾക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ 100ഓളം ആളുകളുടെ പിന്നെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പെൻഡിങ്ങിലായിരുന്നു. ഇപ്പം ജില്ല UDID കാർഡിൻ്റെ ഇപ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് എന്നോട് വന്ന് പ്രസംഗിച്ചത് 1700ഓളം ആളുകളുടെ പെൻഡിങ്ങിലാണ്. അപ്പോൾ അവർക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൊണ്ട് പലർക്കും വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടതുപോലെ അവർക്ക് അറിയില്ല. അപ്പോൾ ഇത് അത്തരം കാര്യങ്ങൾ, അതുപോലെ പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിൻ. അപ്പോൾ ഈ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ അവയർനെസ് നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഉപകരണ വിതരണങ്ങൾ, അതിൻ്റെ തുടർച്ചയുണ്ടാവും, അടുത്ത വർഷങ്ങളിലും ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിടുന്നത് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് പോലും അവരുടെ വീടുകളിലേക്ക് ഇത്തരം വാഹനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡില്ല. അപ്പോൾ റോഡിൻ്റെ അപേക്ഷ തന്നെ ഭിന്നശേഷി ആളുകളുടെ വീടുകളിലേക്കുള്ള വഴി നേരാക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന അപേക്ഷ തന്നെ 100 കണക്കിനാണ്. അതിപ്പോൾ MP ഫണ്ട് ഒറ്റയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് എല്ലാ വർഷവും പ്രയോറിറ്റി കൊടുത്ത് കുറച്ചാണെങ്കിലും പറ്റാവുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോൾ പരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഭേദമായോ പൂർണ്ണമായിട്ട്? അത് പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങൾ. ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്പിരിഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിലായിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയതുകൊണ്ട്